ഈ സെന്ററിന്റെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാവുന്നത്, സാധാരണ ഇത്തരം ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു വിഷമം തോന്നും. കുട്ടികളെ കാണുമ്പോൾ വളരെ ശരിക്കും പറഞ്ഞ ഒരു സോറി ഫിഗർ എന്നുള്ള രീതിയിലാണ് ഓരോ കുട്ടിയും നമ്മുടെ മുന്നിൽ വരിക. ദേവാശ്രയത്തിന്റെ സെന്ററിൽ വരുന്ന ഒരാളും മനസ്സ് വിഷമിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാറില്ല. കാരണം നമ്മുടെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്, വെൽ ഡ്രസ്ഡ് ആണ്. അവരെല്ലാ കാര്യങ്ങളും പാട്ടുപാടും, നൃത്തം ചെയ്യും, അസലായിട്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഗുണങ്ങളാണ്. ദേവാശ്രയത്തിന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ഞങ്ങൾ 15 മെമ്പേഴ്സാണ്. അത് ആകെ 15 മെമ്പേഴ്സേ ഉള്ളൂ. ഓരോ വർഷവും ഓരോരുത്തരും ടേൺ എടുത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് വരും. സ്ഥിരമായിട്ട് ഒരാളൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഇത്രയും ഈ 14 വർഷമായിട്ടും അങ്ങനെ ഒരു രീതിയില്ല. പിന്നെ ഇതിന്റെ മെമ്പർഷിപ്പിനുള്ള ഒരു നിബന്ധന അത് തുടക്കം മുതൽ തൊട്ടേ ഞങ്ങൾ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ 6 മാസമെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് ആഴ്ചയിൽ ഒരു ദിവസം ചോറ് വിളമ്പിയാലേ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ സ്റ്റാഫായാലും മെമ്പേഴ്സ് ആയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇപ്പം ജോലിയിൽ എന്തെങ്കിലും ഒരു വലിപ്പ ചെറുപ്പമില്ല, മെമ്പേഴ്സ് തമ്മിലൊരു വ്യത്യാസമില്ല. എല്ലാവരും എല്ലാ ജോലികളും ചെയ്യും. കുന്നത്തമേട് KC രാജഗോപാലിന്റെയും ഡോക്ടർ ഇന്ദിര രാജഗോപാലിന്റെയും മകൾ ബീന ചെറുപ്പത്തിലെ കലാസാഹിത്യ രംഗങ്ങളിൽ അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് ഗാനമേള സംഘങ്ങളിലും നാടകാവതരണത്തിലും സജീവമായി. തൊഴിലിനും തിരക്കേറിയ സാമൂഹ്യ സേവന പ്രവർത്തനത്തിനുമിടയിലും ഈ താൽപര്യങ്ങളൊക്കെ ബീന ഗോവിന്ദ് കെടാതെ സൂക്ഷിക്കുന്നു. സ്വരലയ, ഭരത് മുരളി നാടകോത്സവത്തിലും ടാപ്പ് തിയേറ്റർ ഫെസ്റ്റിവലിലും ബീനയുടെ നാടകങ്ങൾ അരങ്ങേറി. റേഡിയോ, TV മാധ്യമങ്ങൾക്കു വേണ്ടിയും ഇവർ രചന നിർവഹിച്ചിട്ടുണ്ട്. എട്ട് വർഷം മുമ്പ് വരെ ഞാൻ കുറച്ച് ഗാനമേളകൾക്കൊക്കെ പോകുമായിരുന്നു. കുറച്ച് പാട്ട് പഠിച്ചിട്ടുണ്ട്. വലിയ പാട്ടുകാരിയൊന്നുമല്ല, എങ്കിലും ഒരു ഓർക്കസ്ട്ര കിട്ടുന്നാൽ ശ്രുതിയും താളവും ഒക്കെ തെറ്റാതെ പാടാം. സ്കൂളിലോട്ടെ നാടകം എഴുതി സംവിധാനം ചെയ്ത് ആക്ട് ചെയ്യുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. അത് കുട്ടികൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത കാലത്തായിട്ടാണ് വീണ്ടും അതിലേക്ക് വന്നത്. ഒരു 10-15 വർഷം മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോന് വേണ്ടി ഒരു 4 നാടകങ്ങൾ, തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോന് വേണ്ടി 4 നാടകങ്ങൾ എഴുതിയിരുന്നു. അപ്പം അതല്ലാതെ 4 വർഷം മുമ്പ് ഒരു ടെലിഫിലിം ചെയ്തു. അത് കൈരളിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൂക്ഷ്മം എന്നുള്ള പേരിലുള്ള ടെലിഫിലിമാണ്. സംവിധാനം ചെയ്ത മാടമ്പാണ്. അതിന്റെ കഥ, തിരക്കഥ, നിർമ്മാണം ഒക്കെ ഞാനായിരുന്നു. എത്ര ഇലകളാ കൊഴിഞ്ഞത്? എന്താ ഇത്? നീ കണ്ടിട്ടില്ല? Autumn, that is Shishidam. No leaves, then there is new blossom. That is life. ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക്, ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക്, അതുപോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തക എന്ന നിലയ്ക്ക്, ഒരു നാടക സംവിധായിക, നാടക രചയിതാവ് എന്ന നിലയ്ക്ക്, ഇങ്ങനെ പല രംഗങ്ങളിൽ. പിന്നെ ബീന നന്നായിട്ട് പാടുകയും ചെയ്യും. മുമ്പ് നന്നായിട്ട് പാടുമായിരുന്നു. ഇങ്ങനെ പല രംഗങ്ങളിലായിട്ട് ബീന ഒരു തികഞ്ഞ ഒരു വ്യക്തിത്വമാണ്. എഴുത്തിനോടുള്ള മാന്ത്രിക ആകർഷണമാണ് ബീന ഗോവിന്ദിനെ പത്രപ്രവർത്തനത്തിൽ എത്തിച്ചത്. സ്ത്രീകൾ, കുട്ടികൾ, വിവേചനം അനുഭവിക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ എന്നിവരെ പ്രമേയമാക്കി ബീന തയ്യാറാക്കിയ റിപ്പോർട്ടുകളും അഭിമുഖങ്ങളും ഫീച്ചറുകളും പുതുതലമുറ പത്രപ്രവർത്തകർക്കിടയിൽ ഇവരെ ശ്രദ്ധേയയാക്കി. കേരളത്തിലെ പോലീസ് സേനയിൽ വനിതകൾ അനുഭവിക്കുന്ന തൊഴിൽപരമായ വിവേചനത്തെക്കുറിച്ചും തെരുവു കുട്ടികളുടെ ദുരിത വാഴ്വിനെക്കുറിച്ചും അട്ടപ്പാടിയിലെ തായ്ക്കുല സംഘത്തിന്റെ രണോത്സുക പ്രവർത്തനങ്ങളെക്കുറിച്ചും ബീന തയ്യാറാക്കിയ പരമ്പരകൾ സാമൂഹ്യ പ്രകമ്പനങ്ങളുണ്ടാക്കി. ഇത്തരം വേളകളിൽ വിഷയവസ്തുവായ പതിത ജീവിതങ്ങളോട് സാൽമ്യം പുലർത്തുകയും അവർക്കായി പൊരുതുകയും ചെയ്യുന്ന വിധം ബീന പത്രപ്രവർത്തകയുടെ നിഷ്പക്ഷതാ നാട്യങ്ങൾ കുടഞ്ഞുകളയുക തന്നെ ചെയ്യുന്നു. എഴുതാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. എനിക്ക് കുറെ ഇരുന്ന് എഴുതാൻ ഇങ്ങനെ ഇഷ്ടമാണ്. എന്തായാലും ഒരു കത്താണെങ്കിലും ശരി, ഒരു നോട്ടീസ് ആണെങ്കിലും ശരി, ഞാൻ ഒരുപാട് എഴുതുന്ന ഒരാളാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു എഴുത്തിനോടുള്ള, മലയാളത്തിലുള്ള എഴുത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പം മാതൃഭൂമിയില് ചെയ്യുന്നുണ്ട്. വാർത്ത എഴുതുക മാത്രമല്ല, ഈ വാർത്തയിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ അവരെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന ഒരു വികൃത. ഒരാളെ വധിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ
അത് ക്യാമറയിൽ പകർത്തി രക്ഷപ്പെടുക എന്നതല്ല, മറിച്ച് ആ വധിക്കപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ആ ഇരയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നൊരു വ്യഗ്രത കൂടി വീണയിലെ പത്രപ്രവർത്തകയ്ക്ക് എപ്പോഴും ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ വാർത്ത ഇങ്ങനെ കൊടുത്തിട്ടെ, അമ്മയുടെയും മകളുടെയും വാർത്ത കൊടുത്തിട്ടെ നല്ല പ്രതികരണമാണ്. ഒന്നാം പേജിൽ ഞങ്ങൾ ടോപ്പ് 8 വാർത്തയായിട്ട് കൊടുത്തു. ജനങ്ങളിൽ നല്ല പ്രതികരണം ഉണ്ടായി. ആ കുട്ടിയെ കോടതി തന്നെ പറഞ്ഞ് കോടതി തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി. ഇപ്പോൾ ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മയും അവിടെ സ്നേഹത്തിൽ കഴിയുകയാണ്. സമീപമുള്ള ആ കുട്ടി ഇവിടെ വന്ന് കണ്ടിരുന്നു. എന്നിട്ട് ബീനയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു, അമ്മ എന്നെ രക്ഷിച്ച ആളാണെന്ന് പറഞ്ഞിട്ട്. അപ്പം സത്യത്തിൽ എനിക്ക് വളരെ രോമാഞ്ചം അണിഞ്ഞ ഒരു നിമിഷമായിട്ട് തോന്നിയത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പത്രപ്രവർത്തകർക്ക് വെറും പത്രപ്രവർത്തകർക്കപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ നിലയിൽ വേണമെന്ന് പോലും തോന്നിയ ഒരു നിമിഷമാണത്. എനിക്ക് ജേർണലിസത്തില് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് തിരുവിതാംകൂർ രാജകുടുംബവും ക്ഷത്രിയ ക്ഷേമ സഭയും കൂടെ ഏർപ്പെടുത്തിയിട്ടുള്ള റീജന്റ് മഹാറാണി മാധ്യമ പുരസ്കാരമുണ്ട്. അത് 2 വർഷം മുമ്പ് എനിക്ക് കിട്ടിയിരുന്നു. അത് ചെയ്തതും അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു. അവരുടെ തായ്ക്കുല സംഘം, മദ്യത്തിനെതിരായിട്ടുള്ള അവരുടെ സ്ട്രഗിൾ, അവരെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, അങ്ങനത്തെ ആദിവാസി ഊരുകളിലെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റോറിയായിരുന്നു അത്. ആ പരമ്പരയ്ക്കാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ അവാർഡാണ്. അത് കേരളത്തിലെ പ്രിന്റ് മീഡിയ എന്നുള്ള തെരുവ് കുട്ടികളുടെ പ്രശ്നത്തെക്കുറിച്ച് എഴുതിയ അവാർഡാണ് എനിക്ക് കിട്ടിയത്. ഗോവിന്ദന്റെ പത്നി ഗൗതമിന്റെയും യോഗിന്റെയും അമ്മ, ബിന്ദുവിന്റെ അനിയത്തി, രാജഗോപാലിന്റെയും ഇന്ദിരയുടെയും മകൾ, തന്റെ ഭൂവാസത്തിന്റെ അടയാളമായി കുടുംബ കുലദേശ ബന്ധങ്ങളുടെ ഏകമാനതയിലേക്ക് നിർവചിക്കപ്പെടുന്ന ഒരു വിധി നിയോഗത്തെ ബീന ഗോവിന്ദ് നിരാകരിക്കുന്നു. മമതയുടെ ജന്മഭാരമില്ലാതെ തന്നെ താൻ അറിയാത്ത ആരുടെയോ നെഞ്ചിൽ പ്രാർത്ഥനാ നിർഭരമായ ഒരു കണ്ണീർ തുള്ളിയായി ഉറയുക തന്റെ കർമ്മബന്ധങ്ങളുടെ ഫലശ്രുതിയായി ബീന ഇച്ഛിക്കുന്നു. എന്റെ മരണശേഷം ഞാൻ ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന്റെയെങ്കിലും കണ്ണീര് തുടച്ച, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെയെങ്കിലും മനസ്സിന്റെ വേദന അകറ്റാൻ എളിയ രീതിയിൽ, ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ച ഒരാളായിട്ട് ഓർമ്മിക്കപ്പെടാനാണ് എന്നും എന്റെ മോഹം. അതന്നെയാണ്. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സന്ദേഹം വരുമ്പോൾ, ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ, എവിടുന്നോ ഒരു ചെറിയ ഒരു പാറ്റ്, സാരമില്ല എന്ന് പറയുന്ന മാതിരി, അല്ലെങ്കിൽ അത് ശരിയാവും എന്ന് പറയുന്ന മാതിരി ഒരു ഇന്നർ വോയിസ് എപ്പോഴും ഉള്ളിൽ നിന്ന് എനിക്ക് വരാറുണ്ട്. ഒരു പക്ഷേ അതായിരിക്കും മുന്നോട്ട് നടക്കാനുള്ള ഒരു ധൈര്യം തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിലും ഇത്രയും കാര്യങ്ങളെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു ഗുരുകാരുണ്യം കൊണ്ടാണ്. അത് മഴത്തുള്ളിയെ മുത്താക്കുന്ന, അല്ലെങ്കിൽ മണ്ണിനെ മാണിക്യമാക്കുന്ന ഗുരുസ്പർശം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത്തരം അനുഭവങ്ങൾക്കായിരിക്കും. ആ അനുഭവങ്ങൾ ജീവിതം മുഴുവൻ ഉണ്ടാവണേ എന്നുള്ളത് മാത്രമാണ് എന്റെ പ്രാർത്ഥന. कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം വേറിട്ട കാഴ്ചകൾ, കൈരളി TV, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34. जैसे बजते हैं शहनाइयां से राहों में, सुहाग रात है घूंघट उठा रहा हूँ मैं, सुहाग रात है घूंघट उठा रहा हूँ मैं, सिमट रही है तो शर्मा के अपनी बाहों में, सिमट रही है तो शर्मा के अपनी बाहों में. कभी